നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ അന്വേഷിച്ച് വനാന്തരങ്ങളിലൂടെ നടക്കുകയാണ്. പിന്നിട്ട ദിനങ്ങളെക്കുറിച്ച് ലക്ഷ്മണകുമാരനുമായി സംവാദം നടത്തുകയാണ്. ആ സമയത്ത് ലക്ഷ്മണൻ ജ്യേഷ്ഠനെ ആശ്വസിപ്പിക്കാൻ നീണ്ട ഒരു പ്രഭാഷണം തന്നെ നടത്തി. പ്രായോഗിക ജീവിതത്തിലെ അനർഘങ്ങളായ മുത്തുമണികളായിരുന്നു ലക്ഷ്മണവാക്യങ്ങൾ. രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരികൾ അവയല്ലേ? വരരുചി ഒന്ന് നിവർന്നിരുന്നു. തൻ്റെ അരികെ ശ്രീരാമനും ലക്ഷ്മണനും വന്നു നിൽക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി. കണ്ണു തിരുമ്മി. ഇല്ല, ഇല്ല, ആരുമില്ല. കഥാപാത്രങ്ങൾക്ക് മനസ്സിൽ മാത്രമേ സ്ഥാനമുള്ളൂ. അല്ല, അല്ല, അല്ല. രാമായണത്തിലെ പ്രധാനപ്പെട്ട വരികൾ ഇവയല്ല. ഇതിനേക്കാൾ ആശയഗാംഭീര്യമുള്ള മണിമുത്തുകൾ രാമായണത്തിലുണ്ട്. മൂഢ, വരരുചി, നീ യാത്ര തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇപ്പോൾ തന്നെ നിഗമനങ്ങളിൽ എത്തിച്ചേർന്നാലോ? അന്വേഷിക്കൂ, വീണ്ടും വീണ്ടും അന്വേഷിക്കൂ. ഒരു മഹാകാവ്യത്തിന് സ്വന്തമായി ഒരു അന്തസ്സത്തയില്ലേ? 1000 വരികളിൽ ഏതെങ്കിലും 4 വരികൾ സർവശ്രേഷ്ഠമായി വിലസുകയില്ലേ? ആരും ഇതുവരെ ഇത്തരമൊരു വാദഗതിയെ തള്ളിപ്പറഞ്ഞിട്ടില്ലല്ലോ. വരരുചി ചിന്തിച്ചു. നേരം പുലരാറായപ്പോൾ ഒന്ന് മയങ്ങി. അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. വിജയശ്രീ ലാളിതനായി താൻ വിക്രമാദിത്യ സദസ്സിലെത്തുന്ന രംഗം. മഹാരാജാവും പണ്ഡിതന്മാരും തൻ്റെ മേൽ അഭിനന്ദനങ്ങളുടെ പൂക്കൾ കോരിച്ചൊരിയുന്ന രംഗം. പെട്ടെന്ന് ഒരു ശബ്ദം വരരുചിയുടെ കാതിൽ മുഴങ്ങി. പരാജയപ്പെടുകയാണെങ്കിൽ അങ്ങേക്ക് പിന്നീട് ഇവിടെ സ്ഥാനമില്ല. വരരുചി ഞെട്ടിയുണർന്നു. കൺപോളകൾക്ക് വല്ലാത്ത കനം, മനസ്സിനും. പ്രഭാതകൃത്യങ്ങളെല്ലാം ഒരുവിധം നിർവഹിച്ചു. യാത്ര തുടർന്നു. കാടുകളും മേടുകളും ഗ്രാമങ്ങളും താണ്ടി വരരുചി ദേശാടനം തുടർന്നു. സ്വയം ചിന്തിച്ചു. പല മഹർഷി പുങ്കവന്മാരെയും നേരിൽ കണ്ടു, ചർച്ച നടത്തി. രാമായണത്തിലെ എല്ലാ വരികളും പ്രധാനപ്പെട്ടതാണ്. ഒട്ടുമുക്കാലും പേർക്ക് ഇതേ പറയാനുണ്ടായിരുന്നുള്ളൂ. മറ്റു ചിലർ മനോധർമ്മമനുസരിച്ച് സ്വന്തമായ വ്യാഖ്യാനങ്ങൾ നടത്തി. വരരുചി കുഴങ്ങി. മനസ്സ് കൂടുതൽ കലുഷിതമായി. ഒരു കാര്യം വരരുചിക്ക് ബോധ്യമായി. ശ്രമിക്കും തോറും കൂടുതൽ കൂടുതൽ വിഷമകരമായി തീരുന്ന ഒരു കാര്യത്തിലാണ് താൻ പ്രവേശിച്ചിരിക്കുന്നത്. ദിവസങ്ങൾ ആർക്കു വേണ്ടിയും കാത്തുനിന്നില്ല. 39 ദിനങ്ങൾ പറന്നുപോയി. വരരുചി ആകെ തളർന്നു. ശരീരവും മനസ്സും തളർന്നുപോയി. 40ാമത്തെ ദിവസം. സമയം സന്ധ്യയായിരിക്കുന്നു. വരരുചി ഒരാൽത്തറയിലിരുന്ന് രാമായണം പുറത്തെടുത്തു. ഗ്രന്ഥക്കെട്ടഴിച്ചു. നേരിയ ഇരുട്ട്. എങ്കിലും വായിക്കാൻ പറ്റുന്നില്ല. ഓലകൾ മറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. വായിച്ചത് പ്രീതി.